ആണോ പൂജ ഹോളിഡേ ട്രിപ്പ് അടിച്ചാലോ? ഒറ്റ മൈൻഡ് വിട്ടാലോ നമുക്ക്? ട്രിപ്പ് ഏതാണെങ്കിലും ലിസ്റ്റ് ഉണ്ടെങ്കിലേ ലിസ്റ്റ് എവിടെയാണെങ്കിലും ഞാൻ റെഡി. 3500 രൂപയോ? എന്ത് കാര്യം? ഒരു 1500 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. ചക്കടാ വണ്ടി ഒന്നും പറ്റത്തില്ല. DJ വേണം, ലൈറ്റ് വേണം, സ്മോക്ക് വേണം, അത്രേ ഉള്ളൂ. ഓ എന്നാ വല്ല സ്വിമ്മിംഗ് പൂളിലെ വണ്ടി കൂടെ നോക്കാം. വണ്ടി പഠിച്ചിട്ടുമായി പോകേണ്ട സ്ഥലമായില്ലല്ലോ. ഇത് നല്ലൊരു ട്രിപ്പായിരിക്കും. പക്ഷെ എനിക്ക് വെറൈറ്റി ഫുഡ് കിട്ടിയാൽ മതി. എവിടെ പോയാലും എന്റെ ഫോട്ടോസും എന്റെ റീൽസും മസ്റ്റാണ്. അതെ കാശിന്റെ പ്രശ്നമാണ് എന്റെ 5 പൈസ ഇല്ല. വല്ല മഴയുടെ കാര്യമൊക്കെയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. നിങ്ങൾ ഫുൾ സെറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, ഞാൻ റെഡി. അപ്പൊ നമ്മളെല്ലാരും 1-ാം തീയതി പോണേന് സെറ്റ്. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. മണി കഴിഞ്ഞിട്ടുണ്ട് രാവിലെ. നമുക്ക് നേരെ വണ്ടി എടുത്ത് നമ്മുടെ ഓഫീസിലേക്ക് പോകണം. നമ്മൾ പാലക്കാട് റൂട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാമേ. ഇനിയിപ്പോൾ നമുക്ക് ഒരാളൂടെ വരാനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വീഡിയോസ് ഒന്നും കാണിക്കുക. ഞങ്ങൾ പോകുന്ന യാത്രയുടെ മാത്രമായിരിക്കും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണേ. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. നമ്മുടെ മിറക്കിൾ ട്രാവൽസ് ആണ്. ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. 4:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും വണ്ടി കയറണം. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവരും കയറിയിട്ടുണ്ട്. ഇനി 1-2 പേരെയും കൂടെ പിക്ക് ചെയ്യണം. അങ്ങോട്ട് വെച്ചു, ഞാൻ ഇങ്ങോട്ട് ഇന്നലെ രാത്രിയിൽ എല്ലാവരും വളരെ താമസിച്ചാണ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയതും കിടന്നതും ഒക്കെ. അത് രാവിലെ തന്നെ 3 മണിക്ക് എണ്ണിക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ രതീഷേട്ടനാണ് ഞങ്ങളുടെ വലിയേട്ടൻ. ഞങ്ങളുടെ യാത്രയിൽ ഇത് നമ്മുടെ സ്വന്തം സാരഥി അജയ് ചേട്ടനാണ്. അതായത് ആദ്യം നേരത്തെ ആയതുകൊണ്ട് എല്ലാവരും വൈബായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നേരമൊക്കെ വെളുക്കുമ്പോഴത്തേക്ക് എല്ലാവരും നല്ല വൈബിലേക്ക് ആകുമെന്ന് അത് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇത് എൻ്റെ സ്വന്തം സബ്സ്ക്രൈബറാണേ, എൻ്റെ ഒരു കുഞ്ഞു സബ്സ്ക്രൈബറാണേ. നേരം വെളുത്തപ്പോഴത്തേക്ക് നമ്മുടെ അജയ് ചേട്ടൻ തകർക്കുകയാണ്. ആള് നല്ല വൈബാണ് കേട്ടോ. നമ്മുടെ നല്ല കമ്പനിയാണ്. തകർത്ത് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം അത്യാവശ്യം ഒരു വൈബിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. നേരം പുലർന്നു കാഴ്ചകൾ കാണാൻ റെഡിയായിട്ടിരിക്കുകയാണ്. ആദ്യം നമ്മളെത്തിയത് നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ സ്വന്തം അഴകിൻ്റെ സ്വന്തം ഉത്രാളിക്കാവിലാണ്. ഉത്രാളിക്കാവിലേക്ക് വരുമ്പോൾ ഉള്ളൊരു വ്യൂ ഒന്നും പറയാൻ പറ്റില്ല. രാവിലത്തെ ഒരു വ്യൂ അതിമനോഹരമാണ്. ഈ പച്ചപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ളൊരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനൊരു കാഴ്ചയാണ് ഉത്രാളിക്കാവിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ എതിരേറ്റത്. രാവിലെ തന്നെ എത്തിയത് കൊണ്ട് ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റി. രാവിലെയുള്ള നമ്മുടെ ഉത്രാളിക്കാവിൻ്റെ ഒരു വ്യൂ ആണ്. അടിപൊളി ഒരു വ്യൂ ആണ്. നോക്കി എന്തൊരു ഭംഗിയാണെന്ന്. സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പലം ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇനി ഒരു ട്രെയിനും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു വ്യൂ ആയിരിക്കും. നമുക്കിപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ വരണം. രാവിലെ വെയിൽ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് രാവിലെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ അത്ര ക്ലിയർ ആവില്ല. പക്ഷേ ഇങ്ങോട്ട് നോക്കി എന്തൊരു ഭംഗിയാണെന്ന് നോക്കി. പാടവും ഈ ഒരു മഞ്ഞും എല്ലാം കൂടെ കാണാൻ വേണ്ടിയിട്ട്. ആ മുകളിൽ കാണുന്നത് റെയിൽവേ ട്രാക്കാണേ. അപ്പോൾ ട്രെയിൻ പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ഇപ്പം നമുക്ക് അത്രയും ക്ലിയർ ആകത്തില്ല. അടിപൊളി ഒരു വ്യൂ ആണ്. നിങ്ങളിത് കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ടീംസൊക്കെ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. എല്ലാവരും രാവിലെ നല്ല വൈബാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരത്തെയാണ് ഇറങ്ങി. നമ്മൾ വീഡിയോ കണ്ടായിരുന്നില്ല. 4 മണി ആയപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്നാലും ഇപ്പോൾ എല്ലാവരും വൈബാണ്. നമ്മുടെ മലയാള സിനിമയിലെ ക്ഷേത്ര സങ്കല്പങ്ങളെയൊക്കെ മനോഹരമാകാൻ ഒരുപാട് സിനിമകൾ വന്നിട്ടുള്ള ക്ഷേത്രങ്ങളാണ് നമ്മുടെ ഉത്രാളിക്കാവും അതുതന്നെ വാഴാലിക്കാവും ഒക്കെ.
പക്ക ലൈറ്റ്. അങ്ങോട്ട് കിട്ടുന്നില്ല. ഇവിടെ തകർത്ത് ഫോട്ടോ എടുപ്പാണേ. പാട വരുമ്പത്തിൽ കൊക്കിരിക്കുന്നുണ്ടോ? എല്ലാരും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പാട വരുമ്പത്തേക്ക് എത്തുവാണേ. ഈ ജാക്കറ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഞങ്ങളെല്ലാവരും ഇപ്പം കാത്തിരിക്കുന്നത് ഒരു ട്രെയിൻ വരാൻ വേണ്ടിയിട്ടാണ്. ഉത്രാളിക്കാവാണോ ട്രെയിൻ മസ്റ്റാണ് ഫോട്ടോയ്ക്ക്. അപ്പോൾ ഇപ്പം ട്രെയിൻ വരും. എന്നാ ബ്യൂട്ടി അല്ലേ? വൈബ് രാവിലെ അല്ലേ? വൈബ് അല്ലേ? നോക്കിയാലേ നമ്മൾ പിന്നീട് വന്നത് വാഴാളിക്കാവിലാണ്. വാഴാളിക്കാവും അതിമനോഹരമായ ക്ഷേത്രമാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇത് പാടമൊക്കെ കുയ്തതിന് ശേഷമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അത്രയും നെൽക്കതിരുകളൊന്നും കാണാൻ സാധിക്കില്ല. അപ്പം വാഴാളിക്കാവിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ പാടമൊക്കെ ഉള്ള സമയത്ത്. അതിമനോഹരമായൊരു ക്ഷേത്രമാണ് നമ്മുടെ വാഴാളിക്കാവ്. ഈ വിളക്കുമാട ക്ഷമിക്കുന്ന കൂത്തുമാടത്തിൻ്റെയൊക്കെ നിളയുടെയൊക്കെ തൊട്ടപ്പുറത്ത് നിളയാണ്, ഭാരതപ്പുഴയാണ്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇതൊക്കെ കണ്ടങ്ങ് പോവാണ്. ശരിക്കും വാഴാളിക്കാവ് കാണുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വിടുന്നത് ചന്ദ്രോത്സവം സിനിമയൊക്കെയാണ്. അതിലെ ചിറക്കൽ ശ്രീഹരിയൊക്കെയാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്നിട്ടാണ് ഡയലോഗൊക്കെ അടിക്കുന്നത്. മനോഹരമായ കാഴ്ചയാണ്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ്. ഞങ്ങൾ എന്തായാലും ദോശയും പൂരിയൊക്കെ എല്ലാവരും മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി പോകേണ്ടത് നമ്മുടെ വരിക്കാശ്ശേരി മനയിലേക്കാണ്. പിന്നെ ഫുഡ് റെഡിയൊക്കെ അടിപൊളിയായിരുന്നു. നമ്മളിനി പോകുന്നത് വരിക്കാശ്ശേരി മനയിലേക്കാണ്. പോകുന്ന വഴിക്ക് പൂവ് നിർബന്ധമായിട്ട് മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ വണ്ടി ഞങ്ങൾ നിർത്തിയിട്ട് ചേച്ചി പൂ മേടിക്കാൻ ഇറങ്ങിയതാണ്. നമ്മുടെ മനയിൽ പടിക്കലെത്തിയപ്പോഴുള്ള കാഴ്ച ഇതാണ്. ഇതിൻ്റെ ഫുൾ ബ്ലോക്കാണ്. അതുപോലെ ആളാണ്. ഒരുപാട് ആൾക്കാരാണ് വരുന്നത്. കാര്യം അവധി ദിവസം കൂടാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ അവധി ദിവസം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വഴിയില്ല. ഇത്രയും തിരക്കാണ് വരിക്കാശ്ശേരി മനയിൽ അനുഭവപ്പെടുന്നത്. കൊണ്ടോ എന്തൊരു തിരക്കാന്ന് നോക്കിയാൽ ഫുള്ളാളാണേ. ഫുള്ളാൾ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പൂമുഖത്തൊക്കെ കസേരയിൽ ഇടുന്ന ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് നമ്മൾ കാണുന്നത്. അതുപോലാണ് ആൾക്കാർ ഇവിടെ എത്തുന്നത്. മലയാള സിനിമയുടെ തറവാടെന്ന് പറയുന്നതാണ്. തറവാടെന്ന് വേണമെങ്കിൽ നമുക്ക് വരിക്കാശ്ശേരി മനയെ പറ്റി പറയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്ന സമയം ഇതുപോലെ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. നോക്കാൻ കൊണ്ടൊന്നും അടുക്കാൻ പറ്റില്ല. എന്തായാലും ഞങ്ങളെല്ലാം കയറി കാണുവാണേ. എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലാണ് വരിക്കാശ്ശേരി മന കണ്ടതിൻ്റെ. എൻ്റെ അമ്മ നടുമുറ്റത്തുനിന്ന് പോള കാഴ്ചകളുണ്ടോ? ആൾക്കാരങ്ങ് തിങ്ങി നിറഞ്ഞിരുന്ന് ഫോട്ടോ എടുക്കുവാണേ. ഓക്കെ, എന്തുമാത്രം ആൾക്കാരാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. മുകളിലേക്കുള്ള പ്രവേശനമൊക്കെ അവരിപ്പം നിരോധിച്ചിട്ടുണ്ട്. എന്തോ കേടുപാടുകളുള്ളതുകൊണ്ട് മുകളിലോട്ട് ഇപ്പോൾ ആൾക്കാരെ കയറ്റി വിടുന്നുണ്ട്. ഫുൾ ആൾക്കാരാണ്. ഈ കാണുന്ന ഇവിടുത്തെ അടുക്കളയും അതുപോലെ തന്നെ അടുപ്പും ഒക്കെയാണ്. പഴയ രീതികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് കയറി കാണുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ടിക്കറ്റും ഒക്കെ ചാർജും ഒക്കെ ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ കാണുന്ന ഇവിടുത്തെ ഒരു കിണറാണ്. കിണറിൻ്റെ അപ്പുറത്തൊന്നും വെള്ളം കോരാൻ ഇപ്പുറത്തൊന്നും പറ്റും. പിന്നെ ഇതുപോലെ ചില ഭാഗങ്ങളിലൊക്കെ ദ്രവിച്ച് ഒക്കെ ഇരിപ്പുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ആൾക്കാരൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. ഇവിടുത്തെ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ധാന്യപ്പുരയാണ്. ഇത് നമുക്ക് നിരവധി സിനിമകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മനയുടെ ഒരു അടിപൊളി വ്യൂ നമുക്ക് കാണുവാൻ സാധിക്കും. മലയാള സിനിമയുടെ തറവാടായ ലാലേട്ടനും മമ്മൂക്കായൊക്കെ നിറഞ്ഞാടിയ
നമ്മുടെ സ്വന്തം പരിക്കശ്ശേരി മനയാണ് നമ്മൾ കണ്ടത്. അകത്തൊക്കെ പല ഭാഗങ്ങളിൽ നമുക്ക് പ്രവേശനമുണ്ട്, എന്നാലും മുകളിലേക്ക് അധികം നമ്മളെ കയറാൻ അനുവദിക്കില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ ഒരു മനയുടെ നല്ലൊരു വ്യൂ കാണുവാൻ സാധിക്കും. മനയുടെ ഭാഗമായിട്ടുള്ള ക്ഷേത്രവും കുളവും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ആ കുളത്തിലേക്കൊന്നും ഇപ്പം നമുക്ക് പ്രവേശനമില്ല. നമ്മളപ്പം അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം പാട്ടൊക്കെ ഇട്ട് തുള്ളിച്ചാടുവാണ്. കോപ്പറേറ്റ് പ്രശ്നം വരുന്നതുകൊണ്ട് എനിക്കധികം കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പല ഭാഗങ്ങളിൽ ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. എല്ലാവരും ഫുൾ വൈബായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ടീമെല്ലാം ഫുൾ വൈബാണ്. നമുക്കെന്തായാലും ചെറിയൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. നമ്മൾ വണ്ടിയിലുള്ള സമയത്താണ് മഴ പെയ്യുന്നത്. നമ്മളിപ്പോൾ ഉച്ചയായിട്ടുണ്ട്, നമ്മൾ പാലക്കാടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരത്തിലൂടെയാണ്. ഇതേ നോക്കി തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു, മഴ അല്പം മാറിയിട്ടുണ്ട്. നമുക്ക് ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. ഞങ്ങൾ പതുക്കെ വണ്ടി അവിടെ ഇട്ടിട്ട് എല്ലാവരും മുന്നോട്ട് പോവുകയാണേ. വളരെ ഫേമസ് ആണ് കൽപ്പാത്തി രഥോത്സവം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള രഥമൊക്കെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ ഗ്ലാസ്സിലേക്ക് വെട്ടമടിക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയും അങ്ങോട്ട് ക്ലിയർ അല്ല. ഇവിടെ നമുക്ക് അടുത്തു നിന്നാണ് ഈ വ്യൂ ഒക്കെ നമ്മൾ എടുത്തേക്കുന്നത്. വലുതാണ് കേട്ടോ, ഒത്തിരി വലുതാണേ. ഈ ഒരു ഗണപതി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമായിട്ട് ഒരുപാട് പൂക്കച്ചവടക്കാരെ കാണാൻ സാധിക്കുമേ. മേടിച്ചോ? എത്ര 40 രൂപ? സൂപ്പറല്ലേ? കേട്ടോ ശരി. അപ്പോൾ ഇതേ മഴ പെയ്തൊഴിഞ്ഞ കൽപ്പാത്തി തെരുവിലൂടെ, ന്യൂ കൽപ്പാത്തിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ രാവിലെയാണ്, അതിരാവിലെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ്. കാര്യം ഈ ഒരു അമ്പലത്തിൽ നിന്നുള്ള പ്രാർത്ഥനകളും ഈ കോലം വരയ്ക്കുന്നതും. ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറിയ കളം വരച്ചേക്കുന്നൊക്കെ അതിങ്ങനെ കുറച്ച് മാഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ആടുകളും പശുക്കളും ഒക്കെ ഇതിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാണാൻ സാധിക്കും. പിന്നെ മറ്റുള്ള ഉൽപ്പന്നങ്ങളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്നാലും അഗ്രഹത്തിലെ കാഴ്ചകളൊക്കെ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഇതൊക്കെ മഴയിൽ മാഞ്ഞു പോയാണെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും ഇങ്ങനെ മുന്നോട്ട് നടന്നിരിക്കണം. ആ ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ വരെ പോയിട്ട് നോക്കി തിരിച്ചു തരണം. ഈ അമ്പലത്തിലല്ലേ അങ്ങോട്ടല്ലേ? ഈ അഗ്രഹാരത്തിൽ മറ്റേ ബൊമ്മക്കുല് മത്സരമൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, നവരാത്രിയുടെ ഭാഗമായിട്ടുള്ളത്. ഇവിടെ ഒരു പൊന്നുമാമി അച്ചാർ കട കാണാം. നാരങ്ങ, കണ്ണിമാങ്ങ, വെളുത്തുള്ളി, ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ കൂടെ വന്ന ജീൻസിനകത്ത് കയറിയിട്ടുണ്ട്. വേപ്പിലക്കെട്ടി 50 രൂപ അല്ലേ? 50 രൂപ അല്ലേ? 50 രൂപ. എല്ലാ സാധനത്തിനും കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കണോ, ചപ്പാത്തിയുടെ കൂടെ കഴിക്കണോ,
ദോശയുടെ കൂടെ കഴിക്കണോ, ഇഡ്ഡലിയുടെ കൂടെ കഴിക്കണോ, വെളിച്ചെണ്ണ കൂട്ടി കഴിച്ചാൽ നല്ല സ്വാദായിരിക്കും. വെള്ളം അടിക്കുമ്പോൾ കഴിക്കുകയാണെങ്കിൽ അതെ വെള്ളം അടിക്കുമ്പോൾ കഴിക്കണോ. നമ്മൾ ഈ കാണുന്നത് പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രമാണ്. നമുക്കിനി ഇവിടെ കൽപ്പാത്തി പുഴയുടെ തീരത്ത് അല്പനേരം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കൊല്ലങ്കോടേക്ക് പോകണം. കൽപ്പാത്തിയിൽ നിന്ന് തന്നെ നല്ല അടിപൊളി ഒരു വെജിറ്റേറിയൻ ഊണ് കഴിക്കുവാണേ. കണ്ടില്ലേ, അടിപൊളി. ഞങ്ങളെല്ലാം കൂടെ ഒന്ന് കയറി കണ്ടിട്ട് താമസിച്ച് ഫുഡ് കിട്ടാൻ നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മളിവിടെ നേരെ കൊല്ലങ്കോടേക്ക് ഇനിയും പോവുകയാണേ. കൊല്ലങ്കോടേക്ക് പോകുന്ന വഴി അടിപൊളിയാണ്. എൻ്റെ പൊന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തെ ഇത് കണ്ടോ, ഫുൾ തിരക്കാണേ. അവധി ദിവസമായതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ നിങ്ങൾ വരുന്നവർ ശ്രദ്ധിക്കുക, കൊല്ലങ്കോടൊക്കെ വരുന്നവരെ മാക്സിമം അവധി ദിവസങ്ങളൊക്കെ ഒഴിവാക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഭയങ്കര തിരക്കിലേക്കായിരിക്കും വന്ന് കയറുന്നത്. അപ്പോൾ നമ്മൾ കുടിലിടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കുടിലിടത്തിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ചാർജൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൊല്ലങ്കോട് എത്തുവാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കുടിലിടം. നിങ്ങൾക്ക് ഇവിടെ നല്ലതായിട്ട് ഭംഗിയൊക്കെ ആസ്വദിച്ച് കാറ്റൊക്കെ ഏറ്റ് ഈ പാടത്തൊക്കെ ഇരിക്കാനൊക്കെ സാധിക്കും. കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഗ്രാമീണ കാഴ്ചകളും അതുതന്നെ പാടവും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും. ഡീറ്റെയിൽസ് ടിക്കറ്റ് ചാർജൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു കുടിലിടത്തിലൊക്കെ വരുന്നവർ മാക്സിമം വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ വരുമോ, വൈകുന്നേരമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നല്ല കാറ്റൊക്കെ ഏറ്റ് മലനിരകളുടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഈ പാടത്തിൻ്റെ നടുവിലൂടെ നടന്ന് വിശ്രമിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഒരുപാട് ഏരിയയുണ്ട്. അതുകൊണ്ട് എത്ര ആൾക്കാർ വന്നാലും നമുക്ക് ആ ഒരു തിരക്ക് വലുതായിട്ട് ഫീൽ ചെയ്യില്ല. അടിപൊളി ഒരു പ്ലേസാണ്. മസ്റ്റായിട്ട് കൊല്ലങ്കോട് വരുന്നവർ ഈ ഒരു കുടിലിടം ഒന്ന് വിസിറ്റ് ചെയ്യുക. നമ്മുടെ കൂടെ വന്നവരെല്ലാം ഫോട്ടോയും റീൽസൊക്കെ എടുക്കാനെല്ലാം പല വഴിക്കായി പോയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഇത്ര ഇഷ്ടപ്പെട്ട സ്ഥലം ഇട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയാലും നമുക്ക് തിരിച്ച് ഈ എൻട്രൻസിൻ്റെ അവിടെ വരും. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നല്ലൊരു വ്യൂ ആണ്, അടിപൊളി സ്ഥലങ്ങളാണ്. വൈകുന്നേരമാണ് ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ കുടിലുകളുണ്ട്, ഏറുമാടങ്ങളുണ്ട്, നല്ല നല്ല പരമ്പത്തോടുള്ള നടപ്പാതകളുണ്ട്. നല്ലൊരു വൈബാണ്. നമ്മുടെ കൂടെ വന്നവരെല്ലാം ഇപ്പം ഇവിടെ ഏറുമാടത്തിൻ്റെ ചുവട്ടിൽ സംഗമിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ചു നേരം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകും. എവിടെയാ കണ്ടു പറഞ്ഞ പോലെ തോട്ടാ ചേച്ചി കോളേജിൽ പഠിക്കുമ്പോൾ ഒളിച്ചോടുക മതിലിടുമെന്ന് വിചാരിച്ചാൽ മതി. കയറിയോ? വ്യൂ ഫൈൻഡർ ശ്രീനികോന്നിയല്ലേ ചേട്ടാ? ഞാൻ ചേട്ടന്റെ ഭയങ്കര ഫാനാ. ഞാൻ എല്ലാ വീഡിയോയും കാണാറുണ്ട്. പക്ഷെ ഞാൻ വീഡിയോസ് ഒക്കെ മറന്നുപോയായിരുന്നു. ചേട്ടനെ കാണണം കാണണം എന്ന് കുറെ നാളായി ഞാൻ വിചാരിക്കണേ. എന്തായാലും താങ്ക് യു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാമല മുരുകേക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും അവിടെ നിന്ന് ഞങ്ങൾ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അപ്പം സീതാർകുണ്ട ആ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലങ്ങളിലേക്ക് ഫുൾ ബ്ലോക്കാണ്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല. പകുതി വരെ പോയിട്ട് കുറച്ച് നേരം ബ്ലോക്കിൽ പെട്ട് കിടന്നിട്ട് ഞങ്ങൾ തിരികെ വന്നു. കാര്യം അവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും രാത്രിയാവും. അങ്ങോട്ട് ചെന്നെത്താൻ തന്നെ വലിയ പാടാണ്. കാറ് ബൈക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇടിച്ചേറ്റിക്കൊണ്ട് പോകാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത് വാമല ക്ഷേത്രത്തിൻ്റെ താഴെ വന്നു. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോവുകയാണ്. വാമല ക്ഷേത്രത്തിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെല്ലാം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. നമ്മുടെ ഒരു ട്രിപ്പ് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോയുടെയും വാമന ക്ഷേത്രത്തിൻ്റെയൊക്കെ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നമ്മളെല്ലാ ടീംസിൻ്റെ കയറി വരുന്നുണ്ട്. ഒരു പാറയിൽ കൂടെ കയറി വേണം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സിനിമകളിലൊക്കെ ലൊക്കേഷനായിട്ടുള്ള ക്ഷേത്രമാണ്. ദീപസ്തംഭം മഹാശിരം അതല്ല ഹൃദയം സിനിമയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ വാമന ക്ഷേത്രം. അപ്പോൾ ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. ഒരു 6-7 മണി അവിടെ ആയിട്ടുണ്ട്. മഴ അല്പം ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ അവസാന സമയമായിട്ടുണ്ട്. നമ്മുടെ ട്രിപ്പ് ഏതാണ്ട് സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയാണ്.
എൻ്റെ വീഡിയോകൾ കാണുന്നവർക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് സോളോ യാത്രകളാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഒറ്റയ്ക്കാണ് വീഡിയോസിൽ എടുത്തിരിക്കുന്നത്. അത് മറ്റൊരു ഫീലാണ്. പക്ഷേ ഇങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നതും ഒന്നിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നതും പിന്നീട് പിരിയുമ്പോൾ ഉള്ളൊരവസ്ഥയാണ്. എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഇത്രയും സമയം നടന്നിട്ട് വൈകിട്ട് ട്രിപ്പെല്ലാം അവസാനിച്ചിട്ട് പിരിയാൻ നേരത്ത് ഉണ്ടാകുന്നൊരു വിഷമം, ആ വിഷമം മാറുന്നത് പിന്നീടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ഓർമ്മകളും ഫോട്ടോസുകളും കൊണ്ടാണ്. അപ്പോൾ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.